ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് നമ്മളെല്ലാവരും കൂടി പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ കുക്ക് ചെയ്തതും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ്. സോ യു എയിൽ ഞാൻ വന്നിട്ട് ഇപ്പോൾ 3 ഇയേഴ്സ് ആവുന്നു. സോ യു എയിൽ എൻ്റെ ഒരു ജേർണിയും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ യു എയിൽ വന്നത് നല്ലതായോ ചീത്തയാണോ എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് ഇന്ന് ഈവനിങ് നമ്മൾ പുറത്ത് പോകാനൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ബീച്ചിലാണ് പോകുന്നത്. കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ ദിവസം നമ്മൾ പോയ ആ ഒരു ബീച്ചിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചേച്ചിയും ഉണ്ടായിരുന്നു കേട്ടോ. വിക്ടോറിയ എന്ന ചേച്ചിയുടെ പേര്. അപ്പം നമ്മൾ 3 പേരും കൂടിയാണ് ഇന്ന് ബീച്ചിലോട്ട് പോകുന്നത്. ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ യു എയിൽ അല്ലെങ്കിൽ റാസൽ ഖൈമയോട് താൽക്കാലികമായിട്ടൊന്ന് വിട പറയുന്നുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നാളത്തേക്കൊന്നും അല്ലായിരിക്കും, ഇൻഷാ അള്ളാ. എന്തായാലും ഞാൻ കുറച്ച് നാൾ നാട്ടിലൊക്കെ പോയി നിൽക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു യു എയിൽ വന്നിട്ടുള്ള എൻ്റെ ആ ഒരു ജേർണിയും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന്. സോ യു എയിൽ ഞാൻ വന്നിട്ട് ഇപ്പോൾ 3 ഇയേഴ്സ് കഴിഞ്ഞു കേട്ടോ. സോ ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന റാസൽ ഖൈമയിലാണ്. സോ റാസൽ ഖൈമയിൽ വന്നിട്ട് എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, മെയിൻലി ഞാൻ ആദ്യം റാസൽ ഖൈമയിലോട്ട് വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കാരണം റാസൽ ഖൈമ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ഒതുങ്ങിയ സ്ഥലമാണ്. നമ്മുടെ നാട് പോലൊക്കെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മറ്റ് എമിറേറ്റ്സ് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കാമായിട്ടുള്ള കുറച്ച് ഒതുങ്ങിയ ഒരു സ്ഥലമാണ് റാസൽ ഖൈമ എന്ന് പറയുന്നത്. മറ്റ് എമിറേറ്റ്സിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ റാസൽ ഖൈമയിൽ വരുമ്പോൾ അവർക്ക് തീരെ ഇഷ്ടപ്പെടാമെന്നറിയില്ല. പിന്നെ കുറച്ച് നാൾ നിന്നതിനൊക്കെ ശേഷം ഭയങ്കരമായിട്ട് ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ട് തുടങ്ങാറുണ്ടെന്ന്. ഇത് മെയിൻലി കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ മെയിനായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുമ്പോൾ കുറച്ച് ഒതുങ്ങിയ ഒരു സ്ഥലത്തൊക്കെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് ആയിരിക്കും റാസൽ ഖൈമ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഒരു മറ്റ് എമിറേറ്റ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒതുങ്ങിയ ഒരു പ്ലേസ് ആണ്. അതുപോലെ തന്നെ റാസൽ ഖൈമയിൽ ലിവിങ് കോസ്റ്റ് ഭയങ്കര കുറവാണ് മറ്റ് എമിറേറ്റ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പം. അതുകൊണ്ട് തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കാൻ പറ്റിയൊരു പ്ലേസാണ്. പക്ഷേ ഇവിടുത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, ലിവിങ് കോസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ബേസിക് സാലറിക്ക് കുറച്ച് കുറവായിരിക്കും മറ്റ് എമിറേറ്റ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിന്ന് ബീച്ചിൽ പോയിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കുറേ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ നേരം നമ്മൾ ആ ഒരു ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാനിവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഇതെല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എനിക്ക് ഞാനിപ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇനി എപ്പോൾ ഞാനിവിടെ വരും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ. അത്രയും ഞാൻ ഈ ഒരു റാസൽ ഖൈമ മിസ് ചെയ്യും. പല കാര്യങ്ങളും ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു പ്ലേസ് ഭയങ്കരമായിട്ടൊന്നും വ്യത്യാസം തോന്നിയിട്ടുമില്ല, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ കുറേ നാൾ ഇവിടെ നിന്നതിന് ശേഷം, അല്ലെങ്കിൽ കുറച്ച് ദിവസം നിന്നതിന് ശേഷം എനിക്ക് ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒതുങ്ങിയ പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കാൻ നല്ല സുഖമാണ് നമുക്ക്. അതുപോലെ തന്നെ ഞാനിപ്പം ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 6 മന്ത്സ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആണെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴേ ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നു, മാരേജ് കഴിഞ്ഞ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് റാസൽ ഖൈമയിലാണ് കേട്ടോ. സോ അത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതുകൊണ്ട് ഈ ഒരു പ്ലേസ് എപ്പോഴും. അതുപോലെ തന്നെ ഈ നമ്മളുടെ ഒരു ലോകമായിരുന്നു ഇത്. മീൻസ് നമ്മളിപ്പോൾ യു എയിലൊക്കെ താമസിക്കുകയാണെങ്കിൽ മിക്കവർക്കും അറിയായിരിക്കും. അപ്പം നമ്മൾ ഫാമിലിയൊക്കെ ആണെങ്കിൽ അതിൽ ഒതുങ്ങിപ്പോയി നമ്മൾ ജോലി, നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ബിസി ആയിട്ടായിരിക്കും നമ്മൾ നടക്കുന്നത്. സോ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് വേറൊരു ലൈഫാണ്, ഇവിടെ വേറൊരു ലൈഫാണ് കേട്ടോ. സോ എനിക്കതിൽ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ രണ്ടും തമ്മിലുള്ള ആ ഒരു ബോണ്ട് സ്ട്രോങ് ആക്കാനായിട്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം മാരേജ് കഴിഞ്ഞ ഉടനെ ഞാനിങ്ങ് വരികയും ഞങ്ങളുടെ ഒരു ലോകത്ത് ജീവിച്ചു തുടങ്ങിയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കാനായിട്ട് ആ ഒരു ലൈഫ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ആ ഒരു കോൺഫിഡൻസ് കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ തന്നെ ഉള്ളൊരു ലൈഫാകുമ്പോൾ പലതും നമ്മൾ
പഠിച്ചെടുക്കേണ്ടി വരും. അതിൽ ഒന്നാമത്തെ കാര്യം കുക്കിംഗ് തന്നെയാണ് കേട്ടോ. എനിക്ക് നാട്ടിൽ വെച്ച് അങ്ങനെ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. മീൻസ് ജസ്റ്റ് കണ്ട് അങ്ങനത്തെയൊക്കെ ഉള്ളായിരുന്നു. അല്ലാതെ ഞാനങ്ങനെ ഭയങ്കര കുക്കിങ്ങൊന്നും ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ പലതും ചെയ്ത് ചെയ്ത് ഇപ്പോൾ കുക്കിംഗ് ആയാലും കുറേ ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കുറേ നേരം എടുക്കുമായിരുന്നു ഞാൻ കുക്ക് ചെയ്യാൻ കയറുമ്പോഴത്തേക്കും. ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ പഠിച്ചു. അതുപോലെ തന്നെ ആദ്യം ഇങ്ങോട്ട് വന്ന സമയത്തൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ജോലിക്കൊക്കെ കയറിയ സമയത്ത് പല ലാംഗ്വേജസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അറബിക് ആയാലും ഹിന്ദി ആയാലും ഒക്കെ. അപ്പം നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ചില സമയങ്ങളിലൊക്കെ എനിക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ പോലും പേടിയായിരുന്നു. കാരണം പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയാത്തത് കൊണ്ട്. പിന്നെ പതുക്കെ പതുക്കെ ഈ ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റൂ. അപ്പം ശരിയോ തെറ്റോ നോക്കാതെ അവർക്ക് എന്ത് മനസ്സിലാവുന്നു, നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതിയെന്ന് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പം പല രാജ്യക്കാരുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാനും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ഇവിടെ വന്നതിന് ശേഷം ഞാൻ പഠിച്ചത്. പണ്ടൊക്കെ എനിക്ക് പല കാര്യങ്ങളും ഭയങ്കര പേടിയായിരുന്നു, ഒറ്റയ്ക്ക് പോകാനോ അല്ലെങ്കിൽ ഇങ്ങനെ പല രാജ്യക്കാരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ. ഇപ്പം ആ ഒരു പേടിയോ കാര്യങ്ങളോ ഒക്കെ മാറി കിട്ടിയത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ. അതുപോലെ തന്നെ യുഎയിൽ വന്ന സമയത്ത് 1-2 വർഷം എല്ലാവരെയും പോലെ തന്നെ ഞങ്ങൾക്കും നല്ല സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു കേട്ടോ. ഒന്ന് പിടിച്ച് നിൽക്കാനായിട്ട് നല്ല കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് സാഹചര്യം വന്നാലും അതെല്ലാം സർവൈവ് ചെയ്ത് പോകാൻ പറ്റുമെന്ന വിശ്വാസം നമ്മൾ ഡെവലപ്പ് ചെയ്തതും ഈ ഒരു റാസൽ ഖൈമ ജേർണി തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലതും ചീത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റാസൽ ഖൈമ ജേർണി എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പിന്നുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഷെയർ ചെയ്യാവേ. സോ ഇന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ചേച്ചിയൊക്കെ പിന്നെ പോയത്. സോ നല്ല ഒരു ദിവസമായിരുന്നു. ഒരുപാട് മെമ്മറീസൊക്കെ സമ്മാനിച്ച നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇൻഷാല്ലാ നാട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇപ്പോഴത്തെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റൂമെന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ കൊടുക്കാനായിട്ടൊന്നും തോന്നില്ല. കാരണം കുറച്ച് സ്പെഷ്യലാണ് ഈ ഒരു റൂം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി ആയാലും ചേച്ചി ബെഡ് സ്പേസിലാണ് താമസിക്കുന്നത്. അപ്പോൾ ചേച്ചിയും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഒരു ബെഡ് സ്പേസ് പോലെ 3-4 പേർക്കായിട്ട് കൊടുക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ 3 പേരോളം ആയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ബെഡ് സ്പേസിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നക്കീലിൽ ആണ് നമ്മൾ താമസിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.